അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സംഘം നാളെ കോളേജിലെത്തിയ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. റിപ്പോർട്ട് കിട്ടിയ ശേഷം സർവകലാശാല നടപടി സ്വീകരിക്കും. ഉടൻ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ സംഘത്തിന് വിസിയുടെ നിർദ്ദേശം. ഗോപാൽ ശിലാസാനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോപാൽ, കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളത് സർവകലാശാല വ്യക്തമാക്കിയതാണ്. ഗവർണറുടെ തന്നെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. റിപ്പോർട്ട് എപ്പോഴത്തേക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശം? മാധു, പറ്റാവുന്നത്ര വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഗവർണർ വിസിക്കും വിസി അന്വേഷണ സംഘത്തിനും നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ അന്വേഷണ സംഘം സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഞ്ചരക്കണ്ടിയിലെ കോളേജിലേക്ക് എത്തും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും അത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട എല്ലാവരും കോളേജിലേക്ക് എത്തിച്ചേരുകയും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും അതിനോടൊപ്പം തന്നെ രക്ഷകർത്താക്കളിൽ നിന്നും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഈ നിതിൻ മരിച്ചു കിടന്ന സ്ഥലമടക്കം ഇവർക്ക് പരിശോധിക്കണമെന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കും. പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്ന ആരോപണങ്ങൾ, അത് ഈ അധ്യാപകരെതിരെയുള്ള ആരോപണം, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആരോപണം അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും പറ്റാവുന്നത്ര വിവരം ശേഖരിക്കുക എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ വിവരശേഖരണം നടത്തിയതിനു ശേഷം ഈ പറയുന്ന, അതായത് നിതിൻ്റെ കുടുംബവും സഹപാഠികളും ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യമുണ്ടാവുകയാണെങ്കിൽ അടിയന്തര സ്വഭാവത്തിൽ കോളേജിനെതിരെ അടക്കം വലിയ നടപടിയെടുക്കും എന്നതാണ് സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ വ്യക്തമാക്കുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് സർവകലാശാല വിസി വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകിയത്. കടുത്ത നടപടിയുണ്ടാകും. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അടക്കം വിവരങ്ങൾ തേടുകയും ചെയ്യും.